ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പ്രതീകാത്മക പൂരം. ആന എഴുന്നള്ളിപ്പിൽ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതീകാത്മക പൂരം. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ഇന്ന് പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചിരുന്നു. കേരളമായി നിൽക്കണം, കലകളുണ്ടാവണം, പൂരങ്ങളുണ്ടാവണം, ഉത്സവങ്ങളുണ്ടാവണം. ഉത്സവങ്ങളും പൂരങ്ങളും ക്ഷേത്രങ്ങളും നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. ഇത് സംരക്ഷിക്കേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മുടെ നാട് കേരളം എന്ന് പറയുന്നത് കേരളമാകണമെങ്കിൽ കേരളത്തിലെ മലയാളമയുള്ള കലകൾ നിലനിൽക്കണം, അതുപോലെ ആഘോഷങ്ങൾ നിൽക്കണം, അനുഷ്ഠാനങ്ങൾ നിൽക്കണം, ആചാരങ്ങൾ നിൽക്കണം. ആറാട്ടുപുഴയിലാണ് നമുക്ക് നിൽക്കുന്നത്. ആറാട്ടുപുഴ പൂരം ആരംഭിച്ചിട്ട് 1442 കൊല്ലം കഴിഞ്ഞു. 43-ാമത്തെ പൂരമാണ് ഈ ഏപ്രിൽ 9-ാം തീയതി നമ്മളിവിടെ നടത്തേണ്ടത്. അതിൻ്റെ അന്തസ്സും പ്രൗഢിയും പൗരാണികതയും നിലനിർത്തിക്കൊണ്ട് നടത്താൻ വേണ്ട നിയമ നടപടികൾ ബന്ധപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാവുക. അതാണ് നമ്മുടെ പ്രാർത്ഥന, അഭ്യർത്ഥന. സൂരജ് സജിയുണ്ട് വിശദാംശങ്ങളുമായി. സൂരജ്, അപ്പോൾ ഇത് പ്രതിഷേധമാണ് പ്രതീകാത്മക പൂരത്തിലൂടെ, അല്ലേ? ഉന്മേഷ്, തീർച്ചയായും പ്രതീകാത്മക പൂരത്തിലൂടെ ഒരു പ്രതിഷേധം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത് ഏറ്റവും പഴക്കമേറിയ പൂരമാണ്. 1443-ാമത് പൂരം നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ സാഹചര്യത്തിലേക്ക് ഈ ആറാട്ടുപുഴക്കാർക്ക് പോകേണ്ടി വന്നത്. അവർ പറയുന്നത് ഈ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ പൂരം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദേവമേള എന്നതാണ് ആറാട്ടുപുഴ പൂരത്തെ അറിയപ്പെടുക. കാരണം അത്രമാത്രം ആനകളടക്കം പങ്കെടുക്കുന്ന വലിയ പൂരമാണ് ആറാട്ടുപുഴയിലേത്. അതുകൊണ്ട് തന്നെ ഈ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഈ പൂരം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് സംബന്ധിച്ച് ഒട്ടും കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധത്തിലേക്ക് പോയത് എന്നുള്ളതാണ് പറയുന്നത്. പല സമരമുറകൾ ഇതിനോടകം തന്നെ തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ്. രാവിലെ ഈ പ്രതിഷേധ സംഗമം അത് ഉൾപ്പെടെ നമ്മൾ പല ക്ഷേത്രങ്ങളിലും കണ്ടു. നാളെയാണെങ്കിൽ തിരുവമ്പാടിയും പാറമേക്കാവും ഈ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനിരിക്കുന്നു. അതിന്റെ മറുതലക്കലാണ് ഏറ്റവും ക്രിയാത്മകമായ ഒരു സമരത്തിലേക്ക് ആറാട്ടുപുഴ മാറുന്നത്. പ്രതീകാത്മക പൂരം എന്ന സമരം ഉയർത്തിക്കൊണ്ടാണ്. അതിൽ അനിയൻ കുട്ടന്മാരാർ തന്നെ പങ്കെടുക്കുന്നു. പെരുവനം കുട്ടന്മാരാർ തന്നെ ഇതാ മേളസ്ഥാനത്ത് അണിനിരന്നുകൊണ്ടുള്ള ഒരു വലിയ സമരത്തിലേക്ക് പോകുന്നു. അങ്ങനെ നൂറുകണക്കിന് ആളുകളാണ് ഈ പ്രതിഷേധ സമരത്തിന്റെ ഒരു പ്രതിഷേധ സൂചകമായി സംഘടിപ്പിക്കുന്ന പ്രതീകാത്മക സമരത്തിലേക്ക് പോയിരിക്കുന്നത്. ആറാട്ടുപുഴക്കാരെ സംബന്ധിച്ച് ഏറെ വൈകാരികമായ ഒരു പൂരം. ആ പൂരത്തിൽ ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതീകാത്മക സമരത്തിലേക്ക് എത്തിയിരിക്കുന്ന ഉന്മേഷ്. എന്തായാലും നാളെ തിരുവമ്പാടിയും പാറമേക്കാവും അടക്കം വലിയ സമരത്തിലേക്ക്, വലിയ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്ന ഉന്മേഷ്. സൂരജ്, അപ്പോൾ ഇത് ഇവിടം കൊണ്ട് ഒതുങ്ങില്ല ഈ പ്രതിഷേധം എന്നല്ലേ? തീർച്ചയായും ഉന്മേഷ്, അത് തന്നെയാണ്. അതായത് എല്ലാ ദേവസ്വങ്ങളും, അതായത് ദേവസ്വങ്ങളാകട്ടെ പൂരക്കമ്മിറ്റികളാകട്ടെ, അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വിവിധ പൂരക്കമ്മിറ്റികൾ അവരുടെ തനതായ സമരങ്ങളിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ തനതായ പ്രതിഷേധങ്ങളിലേക്ക് മാറുന്നത്. അവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് ഉത്രാളിക്കാവിൽ പ്രതിഷേധ സംഗമമായിരുന്നു. അത് 3 വേലക്കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു അവർ ഈ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. ഉത്രാളിക്കാവിൽ ഇന്നൊരു പ്രമേയം പാസാക്കി. ഇവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു സർക്കാർ ഇടപെടൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഉണ്ടാകണം. സർക്കാർ ഇടപെടൽ ഉണ്ടായാൽ മാത്രമാണ് ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് ഇവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഉത്രാളിക്കാവും മുന്നോട്ട് വെച്ച പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന മുഖ്യമന്ത്രി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം കാണണം എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് നാളെയാകട്ടെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ആചാര സംരക്ഷണ കൂട്ടായ്മയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വൈകുന്നേരം 100 കണക്കിന് ഭക്തരെ അടക്കം അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധ സൂചകമായിട്ടുള്ള ആചാര സംരക്ഷണത്തിലേക്ക് അവർ നീങ്ങുന്നത്. ഒരു പൂരത്തിന് സമാനമായ പ്രതീതിയിലേക്ക് അതാ കുട്ടന്മാരുടെ നേതൃത്വത്തിൽ അങ്ങനെ കൊട്ടിക്കയറുന്നതാണ്. ഒരു മേളം എങ്ങനെ കൊട്ടിക്കയറുന്ന, ഒരു പൂരക്കാലത്ത് ഒരു മേളം കൊട്ടിക്കയറുന്ന ആ ചൂടോടുകൂടി, അല്ലെങ്കിൽ ആ മേളപ്പെരുമയോടുകൂടി ആറാട്ടുപുഴയുടെ ക്ഷേത്രമുറ്റത്ത് ഒരു പൂരം തന്നെ അരങ്ങേറുന്നു. ഒട്ടും നമ്മൾ കണ്ടു കേട്ടതോ അല്ലെങ്കിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു പ്രതിഷേധ സൂചകമായ സമരത്തിനാണ്, സമാനതകളില്ലാത്ത സമരത്തിനാണ് ഈ ആറാട്ടുപുഴയുടെ ക്ഷേത്രമുറ്റം സാക്ഷ്യം വഹിക്കുന്നതെന്ന് ഈ നിമിഷം തീർത്തും പറയേണ്ടിയിരിക്കുന്നു. കാരണം സാധാരണ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദേവമേളയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന
ആറാട്ടുപുഴയുടെ ക്ഷേത്രമുറ്റത്താണ് ഇത്തരത്തിൽ ഒരു പ്രതീകാത്മക സമരത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. ആറാട്ടുപുഴക്കാരെ സംബന്ധിച്ച് വൈകാരികമായ വിഷയമാണ്. നിരവധി ആനകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഓരോ വർഷവും അതിന്റെ പൈതൃകവും പെരുമയും ഓരോ വർഷവും പ്രകടമാക്കുന്ന, അല്ലെങ്കിൽ അതിൽ ഒരു ഇഞ്ച് കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു പൂരമാണ്. അവരെ സംബന്ധിച്ച് ഈ മാർഗനിർദ്ദേശങ്ങൾ വലിയ വെല്ലുവിളിയാണ്, വലിയ ആശങ്കയാണ്. ആ ആശങ്കകൾക്ക് പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പറയുന്നു, ഇത് ഒരിക്കലും ഒരു വെല്ലുവിളിയല്ല, പ്രതിഷേധമല്ല, തങ്ങളുടെ സങ്കടം അത് തങ്ങളുടെ പൂരത്തിലൂടെ പങ്കുവെക്കുകയാണ്. അത്തരത്തിലൊരു പ്രതീകാത്മകമായ ഒരു സമരം മാത്രമാണ് ഇതെന്നുള്ളതാണ് ഇന്ന് കുട്ടന്മാരും പങ്കുവെച്ച അത്തരത്തിലാണ്. ഈ കലാകാരന്മാരെ ഉൾപ്പെടെ, അതായത് ഇത് തൃശ്ശൂർ പൂരത്തിലോ അല്ലെങ്കിൽ ഏത് പൂരം എടുത്താലും അതിൽ ഒരു എഴുന്നള്ളിപ്പിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് അതിന് ഉപജീവന മാർഗമാക്കുന്ന ആളുകളുണ്ട്, കലാകാരന്മാരുണ്ട്, കലയെ ബാധിക്കുന്നു. അങ്ങനെ നൂറുകണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയ്ക്കാണ് ഇതൊരു വൈകാരിക വിഷയമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും തൃശ്ശൂരിലെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ഈ മാർഗനിർദ്ദേശങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം കനക്കുന്നു. അതിൽ ആറാട്ടുപുഴയിൽ ഒരു സർഗാത്മകമായ സമരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുകയാണ്. ഉന്മേഷ്, പ്രതീകാത്മക പൂരമാണ്, ഒരു തരത്തിൽ അതൊരു പ്രതിഷേധവുമാണ്. സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്.